ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പല്ല, ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് സ്പെഷ്യാലിറ്റീസ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പണ്ട് കാലത്ത് ഇത് യൂറോപ്യൻ കപ്പ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന പേര് കൊടുക്കുവാനായിട്ടുള്ള കാരണം. യുവേഫ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ, അതിനെയാണ് യുവേഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കീഴിലുള്ള ഫുട്ബോൾ മത്സരമാണ് ഈ ചാമ്പ്യൻസ് ലീഗ്. അതുകൊണ്ടാണ് ഇതിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1955 ഇത് സ്ഥാപിച്ചത്. 1955 സ്ഥാപിക്കുന്നു. പിന്നീട് 1992 1955 ഇത് സ്ഥാപിച്ചപ്പോൾ ഇതിൻ്റെ പേര് യൂറോപ്യൻ കപ്പ് എന്നായിരുന്നു. അതിനുശേഷം 1992 ഇതിനെ പുനർനാമകരണം ചെയ്യുകയാണ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിലേക്ക് മാറ്റുന്നു. പിന്നീട് 1997-98 കാലഘട്ടം, ആ ഒരു സീസൺ ആയപ്പോഴേക്കും ഇതിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ ഇതിലേക്ക് കളിക്കുവാനായിട്ട് അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ കൂടുതൽ പോപ്പുലർ ആകുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ ഒന്നാണ് ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്നത്. ഇപ്പോൾ 69ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. 69ാമത്തെ സീസൺ ഇപ്പോൾ നടക്കുന്നു. അതായത് പുനർനാമകരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ള 32ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. 32 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാർഷിക ഫുട്ബോൾ ക്ലബ്ബാണ്. വാർഷിക ഫുട്ബോൾ മത്സരങ്ങളാണ്. അതായത് എല്ലാ വർഷവും ഇത് നടത്താറുണ്ട്. 1955 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും ഇത് നടത്തി വരുന്നു. പുനർനാമകരണം ചെയ്തു കഴിഞ്ഞും ഇതെല്ലാ വർഷവും നടത്തി വരുന്നു. അങ്ങനെ 69ാമത്തെ സീസണും പുനർനാമകരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ള 32ാമത്തെ സീസണുമാണ് ഇപ്പോൾ നടക്കുന്നത്. 32 ടീമുകളാണ് ഈ സീസണിൽ മത്സരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിട്ടുള്ളത് റയൽ മാഡ്രിഡാണ്, 14 തവണ. അതിൽ 5 തവണ തുടർച്ചയായിട്ട് കപ്പടിച്ചു അല്ലെങ്കിൽ 5 തവണ തുടർച്ചയായിട്ട് വിജയിച്ചു എന്ന റെക്കോർഡും റയൽ മാഡ്രിഡിന് സ്വന്തമാണ്. ഏപ്രിൽ 16, 17 തീയതികളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും, ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ സെമി ഫൈനലും, ജൂൺ 1 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ഫൈനലും നടക്കും യുവേഫ ചാമ്പ്യൻസ് ലീഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.